ദൃശ്യങ്ങൾ കാണുകയാണ്. അതിൽ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ മൊഡ്യൂൾ തുറക്കാനുള്ള പരിശ്രമത്തിലേക്ക് ഇപ്പോൾ സ്പേസ് എക്സിന്റെ എഞ്ചിനീയർമാർ കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു, ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ നിമിഷമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആ 18 ദിവസമാണ് നമ്മുടെ ശുഭാൻഷു ശുക്ല ചെലവഴിച്ചത്. ആ 18 ദിവസത്തിനും അത്രയധികം മൂല്യമുണ്ട്. നോക്കൂ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ നിമിഷവും ഇസ്രോയെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടം ബഹിരാകാശ ദൗത്യങ്ങളിൽ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ നമ്മുടെ സ്വന്തം നിലയിൽ അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. 2027 ഗഗൻയാൻ നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാജ്യമുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം, ഭാരതീയ അന്തരീക്ഷ നിലയം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം വളരെ നിർണായകമാണ്. നിലവിൽ അമേരിക്ക, അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. 4ാമത്തെ രാജ്യമായി മാറാനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇത് സ്പേസ് എക്സിന്റെ എഞ്ചിനീയർമാരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സ്പേസ് എക്സിന്റെ എഞ്ചിനീയർമാർ പലതരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും മൊഡ്യൂൾ തുറക്കാനുള്ള ഘട്ടത്തിലേക്ക് നീങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ ഈ പേടകം കണ്ട ഭാഗത്ത് വെച്ചായിരിക്കില്ല ഈ വാതിൽ തുറക്കുക എന്നുള്ളത്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നത് പേടകം തുറക്കുകയാണ്. അതിൽ നിന്ന് ആദ്യം എഞ്ചിനീയർമാർ അകത്തേക്ക് പ്രവേശിക്കും. അതെ, സ്പേസ് എക്സിന്റെ എഞ്ചിനീയർമാർ അകത്തേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരെ സ്പേസ് സ്യൂട്ടിൽ നിന്നൊക്കെ സ്പേസ് സ്യൂട്ട് ഊരാനൊക്കെ സഹായിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ 4 യാത്രികരും പുറത്തേക്ക് എത്തുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പേസ് എക്സിന്റെ എഞ്ചിനീയർമാർ പേടകത്തിനകത്തേക്കാണ് ആദ്യം പ്രവേശിക്കുക. ഓരോ കാര്യങ്ങളും അതത് രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പരിശോധനകൾ, കൃത്യമായ നിരീക്ഷണങ്ങൾ, കൃത്യമായ വിലയിരുത്തലുകൾക്ക് പിന്നാലെ ഒരു സ്പേസ് എക്സിന്റെ ഒരു എഞ്ചിനീയറാണ് ഇപ്പോൾ പേടകത്തിനകത്തേക്ക് കയറിയിട്ടുള്ളത്. അവർ ഈ 4 യാത്രികരും പ്രത്യേകം സ്പേസ് എക്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രത്യേക സ്പേസ് സ്യൂട്ടിനകത്താണുള്ളത്. ആ സ്പേസ് സ്യൂട്ടിൽ നിന്ന് അവരെ പുറത്തേക്ക് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ സ്പേസ് എക്സിന്റെ എഞ്ചിനീയർ പുറത്തേക്ക് ഇറങ്ങും. അതിന് പിന്നാലെയാണ് ഈ 4 യാത്രികരും. ആദ്യം പെഗി വിഡ്സൺ, അമേരിക്കയുടെ പെഗി വിഡ്സൺ, പെഗിയാണ് മിഷൻ കമാൻഡർ. അത് കഴിഞ്ഞ് ശുഭാൻഷു ശുക്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ശുഭാൻഷു ശുക്ല മിഷൻ ക്യാപ്റ്റനാണ് ശുഭാൻഷു. അത് കഴിഞ്ഞായിരിക്കും ടിബോറും സ്ലാവോസും പുറത്തേക്ക് ഇറങ്ങുക. ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഭൂമിയിൽ മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ശുഭാൻഷു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം 4 ദൗത്യത്തിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ഗ്രേസ് ആണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പേസ് എക്സ് എഞ്ചിനീയർമാരെ നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ റിക്കവറി കപ്പലായ MV ഷാനലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 3 എഞ്ചിനീയർമാരെയും കാണാൻ കഴിയുന്നുണ്ട്. ഒരു എഞ്ചിനീയർ ഈ പേടകത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നമ്മുടെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോണോട്ടായ പെഗി വിഡ്സൺ, പോളണ്ട് സ്വദേശിയായ സ്ലാവോസ് ഉസ്നാസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു, അതോടൊപ്പം തന്നെ നമ്മുടെ ശുഭാൻഷു ശുക്ല, ഈ 4 പേരുമാണ് ആ പേടകത്തിനകത്തുള്ളത്. ആദ്യം ഇവരെ ഒരു ഹെലികോപ്റ്റർ മാർഗം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇവർക്ക് 7 ദിവസം റീഹാബിലിറ്റേഷൻ ആയിരിക്കും. 7 ദിവസം ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷനിലായിരിക്കും ഈ 4 പേരും ഉണ്ടാവുക. ഹൂസ്റ്റണിലെ ആ സ്പേസ് സെന്ററിൽ ഇസ്രോയിൽ നിന്നുള്ള സയന്റിസ്റ്റുകളും ഇപ്പോൾ ആ പേടകത്തിനകത്തേക്ക് കയറിയ സ്പേസ് എക്സിന്റെ എഞ്ചിനീയർ മടങ്ങിയെത്തിയിട്ടുണ്ട്. പലതവണ മാറ്റിവെച്ച വിക്ഷേപണമാണ്. 7 തവണയാണ് ഈ വിക്ഷേപണം മാറ്റിവെച്ചത്. ഓരോ ദൃശ്യങ്ങൾ പകർത്തുകയാണ് സ്പേസ് എക്സ്. ഇപ്പോൾ ആദ്യത്തെ ദൃശ്യങ്ങൾ, മടങ്ങിയെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. അവരുടെ ഓരോ ചുവടും, അതായത് ഇത്രയും ദിവസം 20 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് അവരിതാ ഇപ്പോൾ ഭൂമിയിലേക്ക് ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിന്റെ ഓരോ ദൃശ്യങ്ങളും ഓരോ നിമിഷവും അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദശകങ്ങൾക്ക് അങ്ങോട്ടുള്ള അറിവുമായാണ് അവർ മടങ്ങിയെത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 263 കിലോ കാർഗോയുമായാണ് മടങ്ങി വന്നിട്ടുള്ളത്. അവർ അവിടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ അവിടെ നടത്തിയ ഓരോ പരീക്ഷണങ്ങളും, അവർ അവിടെ നടത്തിയ ഓരോ ഗവേഷണങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ ഡാറ്റയുമായാണ് ഇപ്പോൾ, ഡിജിറ്റൽ ഡാറ്റയുമായാണ് ഇവർ ഈ 4 പേരും മടങ്ങി വന്നിട്ടുള്ളത്.